ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. എന്നാൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനിയാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, ഒപ്പം യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെ കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ചൊവ്വയുടെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ തൊഴിൽപരമായിട്ട്, കർമ്മപരമായിട്ട്, സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ എല്ലാം വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതാണ്. സെപ്റ്റംബർ മാസം 13-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം 13-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ധനപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും, പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും, 5-ാം ഭാവത്തിലാണെങ്കിലോ വ്യാഴത്തിൻ്റേതായ സ്വാധീനമുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അതിനുള്ളതായ മനോബലവും ശ്രേയസ്സും കാണുന്നതായിട്ടൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലോ അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. കൂടാതെ കുടുംബത്തിലായാലും, കുടുംബ ബന്ധങ്ങളിലായാലും, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും, സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും, നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും, ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്.